ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ 3 സിനിമകളുടെയും ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഡങ്കി എന്ന സിനിമയ്ക്ക് പ്രതീക്ഷിച്ചതുപോലെ ഇന്ന് ഞായറാഴ്ച ദിവസം സിനിമയുടെ 4ാം ദിവസം മികച്ച ദിവസമായി മാറിയിരിക്കുകയാണ്. ഷാരൂഖ് ഖാൻ നായകനായി എത്തിയ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ രാജ്കുമാർ ഹിറാനി സിനിമയ്ക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ മികച്ച ഇന്ത്യൻ നെറ്റ് കളക്ഷൻ ലഭ്യമാക്കുന്ന ദിവസമായിട്ട് മാറും. ഏകദേശം 32-33 കോടി റേഞ്ചിൽ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ സിനിമയ്ക്ക് വന്നേക്കുമെന്നാണ് വിവരം. 100 കോടിക്ക് മുകളിലെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 4 ദിവസങ്ങൾ കൊണ്ട് ഇന്നത്തോടെ ഷാരൂഖ് ഖാൻ സിനിമ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 157 കോടി 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്ന് 60 കോടിക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ 200 കോടി കടക്കുന്ന സിനിമ 220 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാൻ സാധ്യതയുണ്ട്. നാളെ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ കാണുവാനായിട്ട് കാത്തിരിക്കാം. കേരള കളക്ഷൻ ഇന്നത്തോടെ 1.5 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തുന്നതാണ്. ഇനി സലാറിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ നാളത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുമ്പോഴാണ് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നേരെ നോർത്തിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കെല്ലാം തന്നെ ബുക്ക് മൈ ഷോയിൽ നോക്കി അതിനുശേഷം കേരളത്തിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ വളരെ നിരാശ നൽകുന്ന ക്രിസ്മസ് ദിന സലാർ ബുക്കിംഗ് ആണ് കേരളത്തിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എണ്ണിയപ്പോൾ ഏകദേശം 10ൽ പരം ഫാസ്റ്റ് ഫില്ലിംഗ് മാത്രമേ കേരളത്തിൽ നാളെ സലാറിന്റെ പേരിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. എന്തായാലും നാളെ സിനിമയ്ക്ക് നല്ല രീതിയിൽ കളക്ഷൻ കേരളത്തിൽ കുറയുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. മുൻ വീഡിയോകളിൽ അറിയിച്ചതുപോലെ സലാറിന്റെ പല തിയേറ്ററുകളും ഇതിനോടകം തന്നെ നേരിന് പോയി കഴിഞ്ഞിരിക്കുകയാണ്. നേര് എന്ന ലാലേട്ടൻ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സിനിമയുടെ 4ാം ദിവസം അങ്ങനെ നമ്മുടെ ലാലേട്ടന്റെ ആരാധകരും മലയാള സിനിമാ പ്രേമികളും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം തന്നെ കാത്തിരുന്ന ആ ദിവസം ഇങ്ങെത്തിരിക്കുകയാണല്ലോ. നേര് എന്ന സിനിമ കാത്തിരിപ്പിനൊടുവിൽ ഇന്നത്തെ കളക്ഷനോടെ സിനിമയുടെ 4ാം ദിവസത്തെ കളക്ഷനോടെ തിയേറ്ററുകളിലെ വിജയ സ്റ്റാറ്റസ് നേടിയെടുക്കാനായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 25 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 5-10 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 20-25 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കണമായിരുന്നു തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. ആ നേട്ടമാണ് വെറും 4ാം ദിവസം തന്നെ ലാലേട്ടന്റെ സിനിമ കൈവരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഒരു OTT മെറ്റീരിയൽ സിനിമ, കോർട്ട് റൂം ഡ്രാമ സിനിമ കണ്ടവരിലെ വിമർശകർ പോലും ഇപ്പോഴും പറയുന്നത് ഒരു OTTക്ക് വേണ്ടി ചിത്രീകരിച്ച സിനിമയല്ല, ഇതൊക്കെ എന്തിനാ തിയേറ്ററുകളിലേക്ക് വന്നു എന്നാണ്. അപ്പോൾ അവരെ പോലും നിരുത്സാഹപ്പെടുത്തുന്ന സിനിമ അതേ നേര് എന്ന സിനിമയാണ് ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ വലിയ കളക്ഷൻ വെറും 4 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്നത്. നാളെ 5ാം ദിവസം ക്രിസ്മസ് ദിനത്തിൽ ഇതിനോടകം തന്നെ 70ൽ പരമല്ല 80ൽ പരം ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് കൊച്ചി ഏരിയയിൽ മാത്രം കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. നാളെ വേറെ ലെവൽ കൊല തൂക്കാണ് സിനിമയുടെ കളക്ഷനിൽ വരാനിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിനിടയിൽ അവസാനത്തെ നേര് എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് വീഡിയോയിൽ ഓവർസീസ് കളക്ഷൻ കണ്ട് ഞെട്ടിത്തെറിച്ച് തള്ള് 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 എന്നൊരു മുദ്രാവാക്യവുമായിട്ട് കമന്റ് ബോക്സിൽ എത്തിയവരോട് പറയാനായിട്ടുള്ളത്, മലയാളം സിനിമയുടേതെന്നല്ല, ഇന്ത്യൻ സിനിമയുടേതെന്നല്ല, ലോകത്തെ എവിടത്തെ സിനിമയാണെങ്കിൽ പോലും വിദേശ രാജ്യ കളക്ഷൻ ഒരിക്കലും തള്ളാനായിട്ട് കഴിയില്ല. നിശ്ചിത ഇടവേളകളിൽ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം തന്നെ ഒഫീഷ്യലായിട്ട് ആ കളക്ഷൻ കൃത്യമായിട്ട് ഡീറ്റെയിൽ സഹിതം എത്ര പേർ കണ്ടോ നോക്കി പുറത്തുവിടുന്നതാണ് എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. കാത്തിരിക്കൂ കൂടുതൽ നേര് വാർത്തകൾ കേട്ട്.